PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നതെന്ന് ഭംഗ്യന്തരേണ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. PM ശ്രീ പദ്ധതി കേരളത്തിൽ ഇതിനോടകം ഗൗരവമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സമയത്തും അതിന്റെ മുൻപും UDFന്റെ നേതാക്കൾ ഊഴമിട്ട് മത്സരിച്ചാണ് PM ശ്രീ പദ്ധതിക്കെതിരായി പ്രസ്താവനകൾ നടത്തിയത്. അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയും എന്നാണ് ഇപ്പോഴത്തെ തദ്ദേശ മന്ത്രി പ്രസ്താവന പുറപ്പെടുവിച്ചത്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി നിർത്തലാക്കും എന്ന് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അസന്നിഗ്ധമായി പറഞ്ഞു. ഇന്നത്തെ മുഖ്യമന്ത്രിയും UDFന്റെ മുഴുവൻ നേതാക്കളും UDF സംഘടനകളുടെ ഭാരവാഹികളുമെല്ലാം PM ശ്രീക്കെതിരായിട്ടുള്ള വലിയ പ്രസ്താവനകൾ നടത്തി. വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. എന്തൊക്കെ നെടുങ്കൻ പ്രസ്താവനകളും കോലാഹലങ്ങളുമാണ് അന്നുണ്ടായത്. അന്നും LDF നയം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് MOU നിർത്തിവെക്കണമെന്ന് നവംബർ മാസം 12-ാം തീയതി കേരളം രേഖാമൂലം കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുള്ളതാണ്. സമഗ്ര ശിക്ഷയുടെ ഫണ്ട് മരവിപ്പിച്ച ഘട്ടത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല അന്ന് ഒപ്പുവെച്ചതെന്ന കാര്യവും മന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുള്ളതുമാണ്. പ്രശ്നം UDF PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയേണ്ട കാര്യമില്ല. LDF ഗവൺമെന്റ് ഉപേക്ഷിച്ചത്, LDF ഗവൺമെന്റ് നിർത്തിവെച്ചത് പൊടി തട്ടി വീണ്ടും എടുത്ത് തലയിലേറ്റാതിരുന്നാൽ മതി. വലിച്ചെറിയുമെന്ന് പറഞ്ഞവർ എടുത്ത് തലയിൽ വെക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിനെ സാധൂകരിക്കാൻ പച്ചക്കള്ളം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.